കണ്ണൂർ ചെങ്ങളായിൽ റോഡിൽ വൻ ഗർത്തം. ചെങ്ങളായി ചുഴലി റോഡിൽ ഇന്നലെ വൈകിട്ടാണ് 1.5 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. മിഥുൻ പിള്ള തയ്യാറാക്കി റിപ്പോർട്ട് കാണും. ചുഴലി റോഡിൽ ഗർത്തം കണ്ട സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ജിയോളജിസ്റ്റും മറ്റു ഉദ്യോഗസ്ഥരും അടക്കം ഈ ഒരു പരിസരത്ത് എത്തി ഇവിടെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊരു സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ആ പ്രതിഭാസത്തിന്റെ ഭാഗം ഇതിൻ്റെ ഈ ഒരു ഗർത്തത്തിന് എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിയോളജിസ്റ്റും മറ്റ് ഉദ്യോഗസ്ഥരും വന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ എത്രത്തോളം ആ ഒരു വ്യാപ്തി ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മോടൊപ്പം ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം ഇവിടെ ഉണ്ട് നമ്മോടൊപ്പം. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയാണ് ഇങ്ങനൊരു കുഴി കണ്ടെത്തിയിട്ടുള്ളത്. ഈ KSEBിൻ്റെ ടച്ചിങ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലാളികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ ഒരു ചെറിയൊരു പൊട്ടൽ കണ്ടുകൊണ്ട് ഒരു കമ്പെടുത്ത് കുത്തിയതാണ്. ആ കുത്തുന്ന സമയത്ത് മൊത്തം അങ്ങ് താഴ്ന്ന് പോകുന്ന നിലയാണ്. പിന്നീട് അതിൻ്റെ ഉള്ളിൽ അടി മുഴുവനായും പൊള്ളയാണ്. ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്ന് അതിൻ്റെ അടിയുള്ളത്. ഇന്നലത്തിനേക്കാളും കൂടുതൽ വ്യാപ്തി അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആശങ്ക തന്നെയാണ്. ഇന്നലത്തെ ആ സംഭവത്തോടു കൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിൻ്റെ ജാഗ്രതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ വരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഈ പ്രദേശത്തെല്ലാം മുഴുവനുണ്ട്. കാരണം ഇതിൻ്റെ അടിവശം പൂർണ്ണമായും റോഡ് കയ്യേറി പോകുന്ന നിലയാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായും ഇത് വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ ഒരു നാടിനെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്കയുണ്ട്? ഇത്തരം ഒരു പെട്ടെന്നൊരു വലിയൊരു കുഴി റോഡ് നടുവിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരുപാട് വലിയ വലിയ വാഹനങ്ങൾ പോകുന്ന സ്ഥലം കൂടിയാണ്. എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ളൊരു പേടിയുണ്ട്, ആശങ്കയുണ്ട്. കാരണം ഇന്നലെ തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ റോഡ് അടച്ചതാണ്. അപ്പോൾ അതിലെടുത്ത് മാറ്റിക്കൊണ്ട് ചെറിയ വണ്ടിയും വലിയ വണ്ടിയും അടക്കം പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 8 മണിയോട് കൂടിയാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുള്ളത്. ശരിക്കും റോഡ് ബ്ലോക്ക് ആക്കിയതിന് ശേഷം വലിയ വലിയ വാഹനങ്ങൾ പോകുന്ന ഒരു വഴി തന്നെ, വലിയ വലിയ ടിപ്പർ അടക്കം പോകുന്ന ഒരു റോഡ് തന്നെയാണ് ഇത്. അപ്പോൾ ചെറിയൊരു വിള്ളൽ പോലെ ആദ്യം കണ്ടിട്ടില്ലോ. മറ്റേ അവർ കമ്പെടുത്ത് കുത്തിയതിന് ശേഷമാണ് ഇത്രയും വലിയൊരു കുഴി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ കണ്ടതുപോലെയല്ല, ഇന്നിപ്പം അതിന് ആഴം കൂടിയിട്ടുണ്ട് ഉൾവശം. രണ്ട് പ്രദേശത്ത് ഇവിടെ ചെങ്കൽ കോറയുണ്ട്. അതുകൂടാതെ ഒരു ക്രഷറും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. മറ്റു പ്രദേശങ്ങളിലേക്കെല്ലാം കടന്നു പോകണമെങ്കിൽ ഒരു വഴി ഇതാണ്. വലിയ വാഹനങ്ങളൊക്കെ പോയി ചിലപ്പോൾ ഒരു വലിയ അപകടമാണ് ഇന്നലെ ഒഴിവായിട്ടുള്ളത്. ഇത് കണ്ടതുകൊണ്ട് വലിയ അപകടം. KSEBിൻ്റെ അധികൃതർ കണ്ടത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു വാഹനം പൂർണ്ണമായും ഇതിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കുഴി തന്നെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഗർത്തത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വലിയൊരു ഗുഹ പോലെ ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പരിസരത്ത് നിൽക്കുന്ന പോലും വലിയൊരു അപകട സാധ്യത ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഈ പ്രദേശത്ത് കൂടിയുള്ള വാഹന ഗതാഗതം ഒക്കെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പ്രദേശത്ത് കൂടി വാഹനങ്ങൾ പോകാൻ പാടില്ല, അല്ലെങ്കിൽ കാഴ്ച കാണാനായിട്ട് പോലും ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂരിൽ നിന്നും K. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം.